ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. വൈകിട്ട് നല്ല ചൂട് ആവി പറക്കുന്ന ചായയുടെ കൂടെ നല്ല ചൂട് ഏത്തയ്ക്കാപ്പവും കൂടെ കിട്ടിയ സൂപ്പർ അല്ലേ? ആ ഏത്തയ്ക്കാപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയാൽ അതിലും നല്ലതല്ലേ? അപ്പോൾ അതിനു മുൻപേ ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആ ഒരു റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂട്ടത്തിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ കൂട്ടത്തിൽ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ട് ഏത്തയ്ക്കാപ്പം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഏത്തയ്ക്ക ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഏത്തയ്ക്ക ഒരു വലിയ പീസായിട്ടായിരിക്കുമല്ലോ കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നമുക്ക് കഴിക്കാനും തോന്നും, വീണ്ടും വീണ്ടും ആ ചൂട് ഏത്തയ്ക്കാപ്പം കഴിക്കാനും തോന്നും, ചെറിയ പീസായിട്ടിരിക്കുമ്പോഴേ. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. ഇവിടെ ഞാൻ മൈദയൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഗോതമ്പ് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത് ഗോതമ്പ് പൊടിയുടെ കൂടെ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, ചെറിയൊരു കളർ കിട്ടാനായിട്ട്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണബിളാണ്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഇതെല്ലാം കൂടി പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തേക്കുന്ന ബാറ്ററാണ്. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ ആയിരിക്കണം ബാറ്റർ വരേണ്ടത്. അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ആയിപ്പോയാൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പം കൂടുതൽ ഓയിൽ പിടിക്കുകയും ചെയ്യും. നമുക്ക് അത്രയും ഓയിൽ ഉള്ളിലോട്ട് കൺസ്യൂം ചെയ്യേണ്ടി വരത്തില്ല. അപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയെടുത്താലോ. എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഞാൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുവാണ്. എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം കേട്ടോ. മൈദയൊന്നും യൂസ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒക്കെ ചേർത്തുള്ള ഏത്തയ്ക്കാപ്പം ആയതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ഏത്തയ്ക്കാപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് മൂത്താലും കൊള്ളില്ല. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ഇതായി പോയാൽ ഭയങ്കര ക്രിസ്പി ആയി പോവും. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ട് ഏത്തയ്ക്കാപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് വറുത്തിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ചും കൂടെ കാണിക്കാം. നല്ല ചൂട് ചായയുടെ കൂടെ ഏത്തയ്ക്കാപ്പമായിട്ട് കഴിച്ച് നോക്ക്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല കറക്റ്റ് പരുവത്തിന്, അതായത് ഒരുപാട് ഓയിലൊന്നും വരാതെ നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. അധികം ഓയിലൊന്നും പിടിക്കാതെ നല്ല ചെറിയ പീസായിട്ട് കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഒരു രസവും തോന്നും അങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലല്ലേ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.